യഹോവ മശിഹായ്ക്ക് സ്തുതി. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം അന്ത്യകാലം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ റാപ്ചർ എങ്ങനെ സംഭവിക്കും, അതോടൊപ്പം തന്നെ വെറും ശ്വാസമായ മനുഷ്യന് എന്തു വില, ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. റാപ്ചർ അഥവാ ഉൽപ്രാവണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ബൈബിളിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയില്ലേ, ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാമെന്ന്. അപ്പോൾ പക്ഷെ ആ സമ്മാനം വലുതാണെങ്കിലോ അതിനു വേണ്ടി ഫുൾ എഫോർട്ട് എടുത്തിട്ട് ഫുൾ പവറിൽ അവർ പരിശ്രമിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ആ വലിയ സമ്മാനമായ റാപ്ചർ അഥവാ ഉൽപ്രാവണത്തെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് മറ്റേ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉൽപ്രാവണം അഥവാ റാപ്ചർ എന്ന് മനസ്സിലാകും. ഇനി ഈ സമ്മാനം എനിക്ക് കിട്ടുമോ, ഇത് കിട്ടാൻ എനിക്ക് യോഗ്യതയുണ്ടോ, ഇത് ആർക്കൊക്കെയാണ് കിട്ടുക എന്നതിനൊക്കെ ഐഡിയ വേണ്ടേ. അപ്പോൾ അതിനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഈ പറയുന്ന ആത്മാവും, അതായത് എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും എല്ലാം കൊതിക്കുന്ന ഒന്നാണല്ലേ ഈ റാപ്ചർ എന്ന് പറയുന്നത്. അതായത് യേശുവായുടെ ഈ മഹത്വ പ്രത്യക്ഷീകരണം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണവും അഥവാ രണ്ടാമത്തെ വരവ്, അതുപോലെ അതും ഉൽപ്രാവണം, അത് റാപ്ചറും രണ്ടാണ്. ആദ്യം നമുക്ക് റാപ്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ എടുക്കപ്പെടുന്നതിനെയാണ് ഉൽപ്രാവണം അഥവാ റാപ്ചർ എന്ന് പറയുന്നത്. 1 തെസ്സലോനിക്ക 4:15 വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ, അതായത് മിഖായേൽ ദൂതൻ ശബ്ദം ഉയരുകയും കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും യേശുവായിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിച്ചവർ കർത്താവിനെ എതിരേക്കാൾ മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതാണ് അവിടെ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 26-27. അതുപോലെ അത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 30. രണ്ടിലും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്. ഒന്ന് പറയാതെ, അതായത് മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ ദൂതന്മാർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഇതാണ് അവിടെ പറയുന്നത്. ഇതുമായി ബന്ധമില്ല, എന്നാലും ഇതിന് താഴെ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. അതായത് അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. ഇതിന് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളതാണ്. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇത് സംഭവിക്കുമ്പോൾ കർത്താവ് സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനത്തിന് മാറ്റമില്ല. ഈ ആകാശവും ഈ ഭൂമിയും എല്ലാം കടന്നു പോകും. പുതിയ ആകാശവും പുതിയ ഭൂമിയാണ് ഉണ്ടാവുക. പക്ഷേ ഇതൊക്കെ കടന്നു പോയാലും കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല. കർത്താവിന് ഒരു വാക്കേ ഉള്ളൂ. അപ്പം മാറ്റമില്ല. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്ലൂ നമുക്ക് തന്നേക്കുന്നത് അത്തിമരത്തിൻ്റെ ഈ ഉപമയാണ്, ഈ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു മുൻപ് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് എങ്ങനെ അന്ത്യകാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നുള്ള കുറേ ക്ലൂസ് വെച്ചിട്ട് അതിൻ്റെ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഞാൻ ആ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്കത് കേൾക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബൈബിളിൽ നമ്മൾ എപ്പോഴും അത്തിമരത്തെ ഉദ്ദേശിച്ചേക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേലിനെയാണ് അത്തിമരത്തോട് ഉപമിച്ചിരിക്കുന്നത്. ബൈബിളിലുടനീളം നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്ത്യകാലം അടുത്തു എന്ന്, അല്ലേ? അതായത് അന്ത്യകാലം എപ്പോഴായിരിക്കും എന്ന് ചോദിച്ച ശിഷ്യനോട് കർത്താവ് പറയുന്ന ക്ലൂ ആണ് ഞാനിപ്പോൾ വായിച്ചത്. ഇവിടെ അത്തിമരം തളിർക്കുമ്പോൾ എന്ന് പറയുന്നത് യേശുവായുടെ മരണശേഷം യഹൂദന്മാരെല്ലാവരും ചിതറിക്കപ്പെട്ടല്ലേ പല രാജ്യങ്ങളിലേക്കായിട്ട് പോയി. പിന്നീട് തളിർക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 1948 ഇസ്രായേൽ ജനം ഒന്നിച്ചുകൂടി ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചത്.
അപ്പോൾ അതാണ് അത്തിമരം തളിർക്കുമ്പോൾ എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ് ഇത് സംഭവിക്കുന്നത്, ഈ ലോകാവസാനം സംഭവിക്കുന്നത് അതിന് ഈ മുമ്പ് ഈ തലമുറ കടന്നു പോകുകയില്ല എന്ന്, അല്ലേ? അതായത് ബൈബിളിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, രണ്ട് ഒരുപോലത്തെ പൂക്കൾ വെച്ച് കെട്ടുമ്പോഴാണ് നമുക്ക് ഒരു മാലയാക്കി എടുക്കാൻ പറ്റുക, അല്ലേ? അപ്പോൾ അതുപോലെ വചനവും അങ്ങനെയാണ്. ഒരിക്കലും ഒരു വചനത്തിന് മറുവചനം കാണും. ആ പല വചനങ്ങൾ ഒന്നിച്ചു ചേർത്താണ് നമ്മൾക്കത് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മറുവചനം എന്ന് പറയുന്നത് സങ്കീർത്തനം 90:10 അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരു നെടുവീർപ്പ് പോലെ ഞങ്ങൾ പെട്ടെന്ന് കടന്നു പോകും, ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറിയാൽ 80 വർഷമെന്ന്. ഇത് യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഒരു നെടുവീർപ്പ് പോലെ പോകും അവരുടെ ആയുഷ്കാലം. അതായത് ഈ അത്തിമരം തളിർക്കുമ്പോൾ തുടങ്ങിയിട്ട് 1948 തുടങ്ങിയിട്ട് അവരുടെ ആയുഷ്കാലം ഏറിയാൽ 80 എന്നാണ്. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ 24:36 പറയുന്നുണ്ട്, ആ മണിക്കൂറിനെ കുറിച്ച് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിയില്ല എന്നല്ലേ. അപ്പം ഇതൊക്കെ വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലായി എന്ത്, കർത്താവ് വരാറായി, നമ്മുടെ അപ്പൻ വരാറായി. അപ്പം ദൈവം തന്നിരിക്കുന്ന ഈ അടയാളങ്ങളൊക്കെ മനസ്സിലാക്കി വിളക്കിൽ എണ്ണ കരുതിയ കന്യകകളെ പോലെ ആയിരിക്കണം നാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉൽപ്രാവണത്തെക്കുറിച്ചാണ്. അതിന് താഴെയായിരുന്നു ഈ ഒരു സംഭവം, അതുകൊണ്ടാണ് അതിനെപ്പറ്റി നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഉൽപ്രാവണത്തെക്കുറിച്ച്, അല്ലേ? അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കേട്ടൂല്ലേ എങ്ങനെയാണ് കർത്താവ് കയറി വരുന്നത്, എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് ഒരിതിർത്തിൽ നിന്ന് മറ്റെതിർത്തി വരെ എല്ലാവരും വിളിച്ചു കൂട്ടുന്നത്, ആരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു, അല്ലേ? ഇനി വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, റാപ്ചർ നടക്കുന്നത് ആരും അറിയില്ല, അതെടുക്കുന്നവർ മാത്രമാണ് അറിയുക. അതൊരു കർത്താവിൻ്റെ ജനമാണ്. ജീവിച്ചിരിക്കുന്നവർ അതായത് കർത്താവിന് വേണ്ടി മരിച്ചവരാണ് രൂപാന്തരപ്പെട്ട് ആദ്യം എടുക്കപ്പെടുന്നത്. അതിനുശേഷം ജീവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ജനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുക? രൂപാന്തരപ്പെട്ട്, അല്ലേ? അത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് അതൊരു ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വ്യർത്ഥമായിട്ട് എന്താ പറയുക, കർത്താവ് തന്നിരിക്കുന്ന ഒരു ശരീരം, ഒരു രൂപം മാത്രമാണിത്. പക്ഷെ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടാണ്. അത് ഈ ജഡിക ശരീരം കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ശരീരത്തിന് രൂപാന്തരണം സംഭവിക്കും. അതാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ യേശുവായി തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കൂലേ, യേശുവ മരണശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്കോ മക്കളമരത്തിനോ ഒന്നും മനസ്സിലായില്ല. എന്താ കാരണം? മുൻപത്തെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു, അല്ലേ? പക്ഷേ ഒരു എന്താ പറയുക, തേജസ്സുള്ള ഒരു പുതിയ രൂപത്തിലായിരുന്നു. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് ഒരിക്കലും മനസ്സിലായില്ല, അല്ലേ? അവിടെ ചെന്നിട്ട് ഇത് യേശുവായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കപ്പെടുന്നത് ദൈവം ആത്മാവാണ്. ദൈവത്തിന് രൂപമില്ല. ദൈവത്തിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. പ്രാവിൻ്റെ രൂപത്തിൽ വരാം, തീയുടെ രൂപത്തിൽ വരാം, മനുഷ്യൻ്റെ രൂപത്തിൽ വരല്ലേ. പക്ഷെ ആ രൂപത്തിനെല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. അത് എപ്പോഴെപ്പോഴും ബൈബിളിൽ പല സ്ഥലത്തായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പം 1 കോറിന്തോസ് 15:51 അത് ഞാൻ ഒന്നും കൂടെ വായിച്ച് കേൾപ്പിക്കാം. ഞാനൊരു രഹസ്യം പറയാം. ഉൽപ്രാവണത്തെക്കുറിച്ചാണ്. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഇവിടെ പറയുന്നത്. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ പെട്ടെന്ന് നമ്മൾ ശരീരം രൂപാന്തരപ്പെടും. എന്നിട്ട് പറയാണ്, നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത്. അതിൻ്റെ യാഥാർത്ഥ്യമാകുന്നത് ഇതിലൂടെയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് നമ്മുടെ രൂപാന്തരീകരണം, അല്ലേ? നശിക്കപ്പെടേണ്ട നമ്മുടെ ശരീരം പിന്നീട് നാശമില്ലാതെയാകും. അതുപോലെ മരിച്ച ശരീരം മരണമില്ലാതെയാകും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ശരീരം കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിലേക്ക് കിടക്കുന്നത്. രൂപാന്തരീകരണം സംഭവിച്ച വേറൊരു ശരീരം, ഒരു രൂപത്തിലായിരിക്കും നമ്മൾ കിടക്കുക എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുമ്പോൾ തന്നെ ഇതിൽ തുടക്കം തന്നെ പറയണ്ടല്ലേ, കാഹളം മുഴങ്ങുമ്പോൾ എന്ന്. അപ്പോൾ ഒരു കാര്യം പറയാം. കാഹളം മുഴങ്ങുമ്പോൾ നമ്മൾ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട എല്ലാ ഉത്സവത്തിലും കാണൂലേ കാഹളത്തിൻ്റെ സൗണ്ട്. ആ കാഹളം മുഴങ്ങുന്നത് നമ്മുടെ സാത്താന് ഭയങ്കര പേടിയാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അതാണ് കർത്താവ് അവസാനം വരുമ്പോഴും കാഹളം മുഴക്കിക്കൊണ്ടാണ് കർത്താവ് വരിക. അത് കേൾക്കുമ്പോൾ പേടിച്ച് വിറയ്ക്കും സാത്താൻ.
അതുപോലെ ഇനി പറയാൻ പോകുന്നത് ലൂക്ക 17-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ അല്ലേ. അതിലും നമുക്ക് എന്താ മനസ്സിലാക്കുക? എല്ലാവരും എടുക്കപ്പെടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും എടുക്കപ്പെടില്ല. അതായത് ഞാൻ പറഞ്ഞ നേരത്തെ റാപ്ചർ സംഭവിക്കുമ്പോൾ എടുക്കപ്പെടുന്നവർ മാത്രമേ അതറിയുള്ളൂ, മറ്റുള്ളവർ അറിയില്ല. അവിടെ എന്താ പറയുന്നത്? അന്ന് രാത്രി ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരാൾ എടുക്കപ്പെടും, ഒരാൾ അവിടെ അവശേഷിക്കും. അതുപോലെ ഒരുമിച്ച് ധാന്യം പൊടിക്കുന്ന ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവിടെ അവശേഷിക്കും. ഇതിൻ്റെ സമയവും അറിയില്ല, പക്ഷെ ഇതെപ്പോഴാണ് സംഭവം ഒന്നും അറിയില്ലെങ്കിലും ഈ എടുക്കപ്പെടുന്നവർ മാത്രമേ ഇതറിയുള്ളൂ, മറ്റുള്ളവർ ഇതറിയില്ല എന്ന് വേണം നമുക്ക് ഈ വചനം വായിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഇനി അടുത്തത് അതിൽ മുമ്പ് എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. അതായത് വെളിപാട് 11 വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 സാക്ഷികളെ പറ്റി പറയുന്നുണ്ട്. അതായത് യഹൂദര് വിശ്വസിച്ചിരിക്കുന്നത് മശിഹായുടെ വരുന്നതിന് മുൻപ് ആര് വരും? മോശയും ഏലിയാവും വരുമെന്നാണല്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന നാഥൻ്റെ മുൻപിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും ദീപപീഠങ്ങളും അത് ആരാണ്? അങ്ങനെയാണ് അവിടെ കൊടുത്തേക്കുന്നത് വെളിപാട് 11. എന്നിട്ട് ക്ലൂ തന്നിട്ടുണ്ട് അത് ആരാണെന്ന്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രവർത്തികൾ മൂലമാണ് നമ്മൾ അവർ മനസ്സിലാക്കുന്നത്. അതായത് വെളിപാട് ഈ 11-ാം അധ്യായം 6-ാം വാക്യം വായിച്ചു നോക്കുകയാണെങ്കിൽ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യിക്കാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം കിട്ടിയ ആൾ അതാരായിരുന്നു? അത് ഏലിയാവായിരുന്നു അല്ലേ. നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതുപോലെ തന്നെ ആഗ്രഹിക്കുമ്പോഴൊക്കെ മഹാമാരികളെ കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കുന്ന ജലാശയത്തെ രക്തമാക്കി മാറ്റാൻ അധികാരം കിട്ടിയ ആൾ അതാരാണ്? അത് മോശയാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏലിയാവും മോശയുമാണ് മശിഹായുടെ വരുന്നതിന് മുൻപ് ഇവിടെ ഭൂമിയിൽ അവരാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ വിചാരിക്കണം പണ്ട് വരുന്ന പോലെ ആ ലെങ്തി ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ടോ പണ്ടത്തെ വേഷവിധാനത്തിലോ അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. 2 മനുഷ്യരായിട്ടാണ് അവരിന്ന് ഭൂമിയിൽ ഉണ്ടാകുന്നത്. 2 സാധാരണ മനുഷ്യന്മാരെ പോലെ ആയിരിക്കും. പ്രധാനമായിട്ടും ഉൽപ്രാവണം സംഭവിക്കുന്നത് ജാതികൾക്കാണ്. അതായത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതികൾക്കാണ് ഉൽപ്രാവണം സംഭവിക്കുന്നത്. അവർക്ക് എങ്ങനെ രക്ഷ കിട്ടുന്നത്? അവർക്ക് യഹോവ മിശിഹായിലൂടെയാണ് രക്ഷ കിട്ടുന്നത്. പിന്നെ ചിതറിക്കപ്പെട്ട യഹൂദര് അതൊക്കെയാണ് അതിനകത്ത് പെടുന്നത്. പിന്നെ ഇത് സംഭവിക്കുന്നതിന് മുൻപ് 3.5 വർഷത്തോളം ഇസ്ലാമിക കാലിഫേറ്റുകൾ യഹൂദരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കും. ആ സമയത്ത് അവരെ ബലപ്പെടുത്താനാണ് ഈ ഏലിയാവും മോശയുടെ ആത്മാവുള്ള മനുഷ്യർ പരിശ്രമിക്കുന്നത്. അവർ മുന്നോട്ട് നയിക്കും, മാർഗനിർദ്ദേശം കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഇസ്രായേലിൽ ഇവർ 2 പേരുമുണ്ട്, മനുഷ്യരൂപത്തിലുണ്ട്. പക്ഷെ അത് ആരാണെന്ന് നമുക്ക് കറക്റ്റ് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഇസ്ലാമിക കാലിഫേറ്റുകൾ ചുറ്റും കൂടി യഹൂദന്മാരെ ആക്രമിക്കുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ ആണ് അവരെ ബലപ്പെടുത്താനായിട്ട് മുൻപോട്ട് നയിക്കാനായിട്ട് 2 നേതാക്കന്മാർ നമുക്ക് തെളിഞ്ഞ് കാണപ്പെടുക. അവരെയാണ് അപ്പം നമ്മൾക്ക് മനസ്സിലാക്കുക ആര്? ഏലിയാവും മോശയുമാണ് എന്ന്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അവരെല്ലാവർക്കൊക്കെ എന്തായിരിക്കും? ഇവർ 2 പേരായിരിക്കും ദേഷ്യം. ഇവർ 2 പേരെയും കൊന്നു കളഞ്ഞാലേ നമുക്ക് യഹൂദന്മാരെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാവും. അപ്പം എന്ത് ചെയ്യും? ഈ ഏലിയാവിനെയും മോശയെയും അവർ കൊന്നുകളയും. അതാണ് ഇവിടെ വെളിപാട് 11:8 ഒന്ന് വായിച്ചു കേൾക്കുക. സോദോം എന്നും ഈജിപ്ത് എന്നും പ്രതീകാത്മകമായി വിളിക്കുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സോദോം എന്ന് വന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ജെറുസലേമിനെ തന്നെയാണ് പറയുന്നത്. അതായത് ജെറുസലേമിൽ ഇപ്പോൾ അതിൻ്റെ ആർമിയുടെ ചീഫൊക്കെ ഗേ ആണെന്നാണ് കേൾക്കപ്പെടുന്നത്. അതായത് LGBT ഒരു വലിയ ആധിപത്യം ഇന്ന് ജെറുസലേമിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഈ സോദോം എന്നും ഈജിപ്ത് എന്നും പ്രതീകാത്മകമായി വിളിക്കുന്ന ആ നഗരം, ആ തെരുവിൽ ആരുടെ ഡെഡ് ബോഡി കിടക്കും? ഈ മോശയുടെ ഏലിയാവ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മനുഷ്യരുടെ ഡെഡ് ബോഡി കിടക്കും. അവർ 3.5 ദിവസം അത് ശവം അവിടെ കിടക്കുമെന്നാണ് പറയുന്നത്, ആ ഡെഡ് ബോഡി. കാരണം അത് ഒരിക്കലും എടുത്ത് അത് സംസ്കരിക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം അത് കണ്ട് യഹൂദന്മാർ ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങളൊക്കെ കൈമാറി വളരെ സന്തോഷിക്കുന്ന സമയമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ച് അവർ എഴുന്നേറ്റ് നിൽക്കുമെന്നാണ് പറയുന്നത്.
മനസ്സിലായി? അതായത് സാധാരണ ഡെഡ് ബോഡികളൊക്കെ 3 ദിവസത്തിനുള്ളിൽ അഴുകി പോകേണ്ടതാണ് അല്ലേ? പക്ഷെ 3.5 ദിവസം കഴിഞ്ഞിട്ടും അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അപ്പോൾ ശത്രുക്കൾ ഭയപ്പെടും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുയരും, ഇങ്ങോട്ട് കയറി വരുവിൻ. അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറും. മനസ്സിലായി? ആ നിമിഷം ഉടനെയാണ്, ആ മണിക്കൂറിലാണ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ പട്ടണത്തിലെ 10-1 നിലംപതിക്കുന്ന ഇതിനകത്ത് വെളിപാടിൽ എഴുതി വെച്ചേക്കുന്നത്. കർത്താവിൻ്റെ ശ്വാസത്തിൽ 7000 പേര് കൊല്ലപ്പെടും, ഈ കാക്കക്കൂട്ടങ്ങളൊക്കെ കൊല്ലപ്പെടും എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഉൽപ്രാവണം സംഭവിക്കുക. ഇനി 1 തെസ്സലോനിക്കർ 4:16 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തപ്പെടുമെന്ന്. അത് പറയുന്നത് ഇവരെക്കുറിച്ചാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇവരെക്കുറിച്ചാണ് ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേക്കുമെന്ന് പറയുന്നത്, ഈ രക്തസാക്ഷികളായിട്ട് മരിച്ചവർ. പിന്നീടാണ് മറ്റുള്ള ജീവിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ ജാതികൾ ഒക്കെ എടുക്കപ്പെടുന്നത്. ഈ നിമിഷം, ഇനി എടുക്കപ്പെടുന്ന ആ നിമിഷം തന്നെയാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണം. ഇതൊരു യൂ ടേൺ പോലെ ആ നിമിഷം തന്നെ സംഭവിക്കുന്നതാണ്. അവരെടുക്കപ്പെടുന്നതും ഉടനെ തന്നെ കർത്താവ് വരുന്നതും ഒരുമിച്ചാണ്. ഇതാണ് ഒരുമിച്ച് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഉൽപ്രാവണം, റാപ്ചർ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റാപ്ചറും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണം രണ്ടും രണ്ടാണെന്ന്. അപ്പോൾ റാപ്ചർ സംഭവിച്ചു, ഉടനടി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണമാണ്. ഇനി അതിനെക്കുറിച്ച് എവിടെയാണ് പറയുന്നത്? സക്കറിയ 14:4 കർത്താവിൻ്റെ ദിനം, അത് വായിച്ചു നോക്കാം. അതായത്, ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും. വീണ്ടും പ്രവാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രവാസത്തിലേക്ക് നഗരത്തിൻ്റെ പകുതി പോകും. ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ വിച്ഛേദിക്കുകയില്ല. കർത്താവ് യുദ്ധദിനത്തിൽ എന്ന പോലെ ആ ജാതികളോട് പൊരുതും. ഒലിവമലയിൽ അവിടുന്ന് നിലയുറപ്പിക്കും. മനസ്സിലായോ? അതായത് ഒലിവമലയിൽ കർത്താവ് നിലയുറപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒലിവമലയിലാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണം ഉണ്ടാവുക. ഒലിവമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് അല്ലേ? അവിടെ ശിഷ്യന്മാർ മുകളിലേക്ക് നോക്കി നിന്നപ്പോൾ എന്താ പറഞ്ഞേ? മാലാഖമാർ പറഞ്ഞേ, നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ കർത്താവ് അവിടേക്ക് വരുന്ന പറഞ്ഞേ. അപ്പോൾ ഈ ഒലിവുമലയിലാണ് കർത്താവ് വരിക. അപ്പോൾ എന്താ ഉണ്ടാവുക? ഒലിവുമല കിഴക്ക് പടിഞ്ഞാറ് നടുവേ പിളർന്ന് നടുക്കൊരു വലിയ താഴ്വരയുണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും. നിങ്ങൾ ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ ഓടിപ്പോകും. ആ നിമിഷം ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും. അത് അന്ന് തുടർച്ചയായിട്ട് പകലായിരിക്കും. അതായത് വളരെ ലെങ്തി കൂടിയ ഒരു ദിവസമായിരിക്കും അത്. അതാണ് അന്ന് തുടർച്ചയായിട്ട് പകലായിരിക്കും. വൈകുന്നേരവും വെളിച്ചമുണ്ടാകും. പക്ഷേ ആ ദിനം കർത്താവിന് അറിയാം. എവിടെയായാലും കർത്താവ് പറയുന്നത് ആ ദിവസം അല്ലെങ്കിൽ ആ മണിക്കൂർ അത് കർത്താവിന് മാത്രമാണ് അറിയുന്നതെന്നാണ് എല്ലാവരുടെയും കൊടുത്തേക്കുന്നത്. ഇനി അങ്ങനെ കർത്താവ് ഭൂമി മുഴുവൻ്റെയും രാജാവായി മാറും. അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവിടുത്തെ നാമവും ഒന്ന് തന്നെ. എന്താണ്? യഹോശുവ മശിഹ. മനസ്സിലായി? അന്നാണ് ഭൂമിയുടെ രാജാവാൻ കർത്താവ് അല്ലേ? ഇപ്പോൾ ആരാ? ഞാൻ പറഞ്ഞ ലോകത്തിൻ്റെ രാജാവ് ഇപ്പോൾ ആരാ? സാത്താനാണ് അല്ലേ? അതിൻ്റെ കഥയൊക്കെ മുൻപ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അന്നാണ് നമ്മുടെ കർത്താവ് ഭൂമിയുടെ മുഴുവനും രാജാവായിട്ട് മാറുന്നത്. അപ്പോൾ എന്നിട്ട് പറയണം ഒരു നാമം. അന്ന് ഇപ്പോൾ പല പേരിട്ടാണല്ലോ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്, പല പേരുകളിൽ. പക്ഷെ അന്ന് ഒരു നാമം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ നാമമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്, യഹോശുവ മശിഹ. അങ്ങനെ പിന്നീട് ജെറുസലേമിനെതിരെ സർവ്വജനതകളും അന്വേഷിക്കുന്നവർ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാനും കൂടാരത്തിരുന്നാൾ ആരാധിക്കാനും ആണ്ടുതോറും അവിടേക്ക് വരും. അതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അവസാനം പറയുന്നത്, ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. അതായത് ഇന്നിപ്പോൾ കർത്താവിനെ വിറ്റ് കാശാക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ, അന്ന് അതൊന്നും നടക്കില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു വ്യാപാരിയും അന്ന് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കപ്പെടുന്നത്, ഈ കർത്താവ് ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് രണ്ടായിട്ട് പിളർന്നു വീഴുമ്പോൾ ഈ അലക്സ മോസ്കും തകർന്ന് അതിനുള്ളിലേക്ക് പിളർന്നു പോകും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഇനി എല്ലാവരും കൂടി ഇസ്രായേൽ മക്കളെ വളയും അല്ലേ? ആ സമയത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സാത്താനെ 1000 വർഷം ബന്ധനസ്ഥനാക്കി, അത് ഫ്രീസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത് ആ സമയത്ത് യേശുവ, അതായത് യഹൂദ മക്കള് മശിഹായെ നോക്കി നിൽക്കും.
അത് പറയുന്നത് സക്കറിയ 12 വിലാപ്പുറത്ത് കുത്തിയത് ഓർത്തിട്ട് നോക്കി നിൽക്കുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് അത് തങ്ങൾ ഇതുവരെ രക്ഷകനായി വരുമെന്ന് പ്രതീക്ഷിച്ച് ഈ കൽപ്പനയൊക്കെ അനുസരിച്ച് ജീവിച്ച് അത്ര പ്രതിബദ്ധതയോടുകൂടി യേശുവ വന്നപ്പോൾ അവരെന്തുകൊണ്ട് യേശുവായി വിശ്വസിക്കാതിരുന്നത്? കാരണം തങ്ങൾ രക്ഷകനായിട്ട് കാത്തിരിക്കുന്ന ആ ദൈവം ഒരു മനുഷ്യരൂപത്തിൽ വരുന്നത് അവർക്ക് ചിന്തിക്കാനേ പറ്റുന്ന അവസ്ഥയിലല്ല. അത്രയും അവർക്ക് ദൈവത്തിനോട് എരിവാണ്. അങ്ങനെയുള്ളവർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് തങ്ങൾ വിലാപ്പുറത്ത് കുത്തി, അതാണ് പറയുന്നില്ല, സക്കറിയ 12 പറയുന്നുണ്ട് വിലാപ്പുറത്ത് കുത്തിയവനെ അവർ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് അവർക്കത് മനസ്സിലാകുക. ആ ഒരു എന്താ പറയുക, വിഷമവും അതോടൊപ്പം തന്നെ ആ ഒരു സന്തോഷവും. ആ സമയത്ത് സാത്താൻ അവരെ ആക്രമിക്കാതിരിക്കാനാണ് വെളിപാട് 20:2 പറയുന്നത് സാത്താനെ 1000 വർഷം ഫ്രീസ് ചെയ്യുമെന്ന്. അത് കർത്താവ് അവരെ ശക്തിപ്പെടുത്തും, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കും. അവരെ ആ സമയത്ത് സാത്താനോട് നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സമയത്താണ്. ആ സമയത്താണ് കർത്താവ് പറയുന്നത് അവിടെ 1000 വർഷം സാത്താനെ ഫ്രീസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നിങ്ങളൊന്നും ഓർക്കണം, ഇത് 1000 വർഷമല്ല അല്ലേ. അത് നമുക്ക് മനസ്സിലാകുന്നത് 2 പത്രോസ് 3:8 വായിച്ചു നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും എന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, പെട്ടെന്ന് കണ്ണിമയ്ക്കാവുന്ന നേരത്ത് കഴിയുന്നതാണ്. ദിവസത്തിനൊരു ലെങ്തി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 1000 വർഷം എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കർത്താവ് അവരെ ശക്തിപ്പെടുത്തും. പിന്നീടാണ് ഗോഗ് മാഗോഗ് യുദ്ധം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? അതായത് ഇപ്പോൾ ഷിയയും സുന്നികളും വേർപെട്ടാണ് നിൽക്കണം, പക്ഷെ അവർ ഒന്നിച്ച് വരും. ആ ഒന്നിച്ച് വന്നിട്ട് ആ സമയത്താണ് ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നത്. അപ്പോഴാണ് മിഖായേൽ അടക്കം ദൈവവും എല്ലാവരും കൂടി നിന്നിട്ട് നമ്മൾ യുദ്ധം ചെയ്ത് ജയിച്ച് പിന്നീടാണ് നമുക്ക് ജഡ്ജ്മെൻറ്റ് വരുന്നത്. അതുപോലെ വെളിപ്പാട് 20:7 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം കുറച്ച് സമയമേ ഉള്ളൂ ഈ ഫ്രീസിങ് അവസ്ഥയിൽ ഈ സാത്താൻ. അത് കഴിയുമ്പോൾ അത് മോചിതനാകുമെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഭൂമിയുടെ 4 കോണിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരുന്നു. ആ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അവനെ അഴിച്ചുവിടും. അപ്പോൾ എന്താ ഉണ്ടാവുക, കർത്താവിൻ്റെ ദൂതന്മാർ 4 ദിക്കുകളിൽ നിന്നും കർത്താവിൻ്റെ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവൻ എന്താ ചെയ്യുക, ഭൂമിയുടെ 4 അതിരുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ പുറപ്പെടും. എല്ലാവരും ഒന്നാക്കിയിട്ട് ഈ യഹൂദ മക്കളെ കൊല്ലാൻ വരികയാണ്. അങ്ങനെ ഗോഗ് മാഗോഗ് എന്നിവയെ ഒന്നിച്ച് അവരുടെ കൂട്ടം, എന്നിട്ട് പറയണം അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളമായിരിക്കും. അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും അതുപോലെ വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. പിന്നെ അവിടെ നിന്നൊരു മോചനമില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം എങ്ങനെയാണ് റാപ്ചർ സംഭവിക്കുക, അതിനുശേഷം ഉടനടി തന്നെ എങ്ങനെയാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണം ഉണ്ടാവുക എന്ന്. ഇങ്ങനെയാണ് റാപ്ചർ എന്ന്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന സമ്മാനം, റാപ്ചർ അഥവാ ഉൽപ്രാവണം. അതുപോലെ ലോകാവസാനം ഇങ്ങനെയാണ്. ഇനി എൻ്റെ അടുത്ത വിഷയം വെറും ശ്വാസമാണ് നമ്മളെന്നുള്ള ബോധം അല്ലേ. അതായത് വെറും ശ്വാസം മാത്രമായ മനുഷ്യ നിനക്ക് എന്ത് വില എന്നാണ് ഏശയ്യായുടെ പുസ്തകത്തിൽ 2:22 ദൈവം നമ്മോട് ചോദിക്കുന്നത്. അതായത് ദൈവം നമുക്ക് എല്ലാ കഴിവുകളും ടെക്നോളജിയും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തിനാണ്? അത് ദൈവത്തെ സേവിക്കാനാണ്, അല്ലാതെ ദൈവത്തെ മറന്ന് ദൈവത്തെക്കാൾ വലുതാകാൻ പരിശ്രമിക്കാനല്ല. എത്ര വലിയ മനുഷ്യനായാലും എന്തൊക്കെ സ്വത്തുക്കൾ ഉണ്ടായാലും അവൻ്റെ ഒരു ശ്വാസം നിലച്ചാൽ കഴിഞ്ഞു അല്ലേ, അതൊക്കെ അവൻ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷെ നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് നമുക്ക് സന്തോഷമാണ്. നമുക്ക് ദൈവം വരാൻ നമ്മളൊക്കെ കാത്തിരിക്കുക, നമുക്ക് ഭയമില്ല, നമ്മുടെ അപ്പൻ വരാറായി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൽ നിന്നുള്ള മാനമാണ് ഇച്ഛിക്കേണ്ടത്, ഈ മനുഷ്യരിൽ നിന്നല്ല. അതൊക്കെ ഒരു വ്യർത്ഥമായ അഭിനയം മാത്രമാണ്. ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അല്ലേ, അവർക്ക് ദൈവം പറഞ്ഞ ബൈബിളിലെ വചനം അല്ല അവർക്ക് വേണ്ടത്, സഭ പഠിപ്പിക്കുന്നത്. ഇത് തെറ്റാണെന്ന് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനുഷ്യൻ എന്ത് വിചാരിക്കും, മനുഷ്യരുടെ മാന്യത, അതാണ് അവർക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ മാന്യതയല്ല. പക്ഷെ സാത്താൻ കയറി വരുന്നതോ, സാത്താൻ നിന്റെ ബലഹീനത നോക്കിയിട്ടൊക്കെ അറിയാം. എവിടെയാണോ നിന്റെ ബലഹീനത അതുമ്മ പിടിച്ചിട്ടാണ് അവൻ കയറി വരാം. മനസ്സിലായി? പക്ഷെ നമ്മൾ തെറ്റിയെടുത്ത് നിന്ന് തുടങ്ങണം.
ഗൂഗിൾ മാപ്പ് കണ്ടുപിടിച്ച കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അയാൾ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിക്കാനുണ്ടായ സാഹചര്യം, അയാളുടെ ഭാര്യ ഒരു മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പാർട്ടിക്ക് അയാളുടെ നേരത്തെ വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഓഫീസിൽ നേരത്തെ ഇറങ്ങിയെങ്കിലും അയാൾക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഒരുപാട് വഴി തെറ്റി. അയാൾ രാത്രി അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും ആ പാർട്ടി ഫുഡ് എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അയാൾ വളരെ ദുഃഖിതനായി. എന്നിട്ട് അയാൾ വീട്ടിലേക്ക് പോകാണ്ട് ആ രാത്രി മുഴുവൻ അവിടെ ഓഫീസിൽ ചെന്നിരുന്ന് താൻ എവിടെ വഴി തെറ്റി എന്ന് ചിന്തിച്ചു. തനിക്ക് എന്ത് സംഭവിച്ചു, ഇങ്ങനെ എല്ലാ മനുഷ്യരും വഴി തെറ്റാതിരിക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു. ആ ചിന്തയാണ് പിന്നീട് ഓഫീസിലെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവർ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ആദ്യം അവർ കളിയാക്കി. പക്ഷേ ആ ഒരു ചിന്തയാണ് ഇന്ന് ഗൂഗിൾ മാപ്പ്. അത് കാരണമാണ് നമ്മൾക്ക് ഇപ്പോൾ പലർക്കും വഴി തെറ്റാതെ പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതായത് വഴി തെറ്റി എന്ന് മനസ്സിലാക്കിയാൽ നാം ദൈവത്തിൻ്റെ മാനമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, മനുഷ്യരുടെ അല്ല. മനസ്സിലായി? അപ്പോൾ വഴി തെറ്റിയെന്ന് തോന്നിയാൽ തിരിച്ച് നടക്കണം. അപ്പോൾ നമ്മളൊരു പുതിയ വഴി കണ്ടെത്തും. ബൈബിളിൽ എന്താ പറയുന്നത്? അജ്ഞാനികൾ ജ്ഞാനത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അവർക്കുള്ള ശിക്ഷ തന്നെയാണ് അവരോടുള്ള ദയ എന്ന്. കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരെ വെറുതെ വിട്ടേക്ക്, അവരോടുള്ള ശിക്ഷ അതാണ് അവരോട് ദയ എന്ന്. കാരണം എന്താ? ജ്ഞാനം സൃഷ്ടാവിലേക്ക് വഴിതെളിയിക്കുന്നു എന്നാണ് പറയുന്നത്. സൃഷ്ടാവ് ആണ്, ജ്ഞാനമുള്ളവർക്കേ സൃഷ്ടാവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ എപ്പോഴും നമുക്ക് സംശയമാണല്ലേ, എന്ത് എന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നല്ലേ. ഞാൻ ഒരു 6 കാര്യം പറയാം. ഇത് ഞാൻ പറയുന്നതല്ല, റീന ഫ്രാൻസിസ് മുൻപ് പണ്ട് ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ പറയാം. എനിക്കത് ഉണ്ടെന്ന് തോന്നി, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അതായത് ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങൾ അട്രാക്റ്റ് ചെയ്യും നമ്മളെ. അതായത് കുഞ്ഞുങ്ങളും എവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടാലും നമുക്കും അവരോടൊരു അട്രാക്ഷൻ ആയിരിക്കും, അവർക്ക് നമ്മളോടും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ കടയിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ആ കടയിൽ കയറി ചെന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കൊക്കെ വരും. അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. ഞാനൊക്കെ എന്തപ്പനോട് ചോദിച്ചാലും പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യവും നമുക്ക് നടത്തി കിട്ടും. അതുപോലെ ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടും. നമ്മൾ ചിലപ്പോൾ വലിയ ഫാഷനിലോ വലിയ ഒരു ഡ്രസ്സിലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല പോകുക, പക്ഷേ നമ്മൾ ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ രോഗപ്രതിരോധ ശേഷി നമുക്ക് കൂടുതലായിരിക്കും. അതായത് അധികം നമ്മളങ്ങനെ വാക്സിനോ മെഡിസിൻസോ ഒന്നും എടുക്കാത്തത് കൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. പെട്ടെന്നൊന്നും രോഗങ്ങൾക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. വയ്യ, എനിക്ക് സുഖമില്ല, അതൊക്കെ കുറവായിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ഉണർന്നിരുന്നുകൊണ്ടേയിരിക്കും. അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല നമുക്ക്, അല്ലേ. അതുപോലെ തന്നെ പിന്നത്തെയുള്ളതാണ് 6ാമത്തെ കാര്യം, എപ്പോഴും ഏത് പ്രശ്നത്തിലും നമ്മൾ അതിജീവിക്കുന്നവരായിരിക്കും. ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ റീന ഫ്രാൻസിസിന് ഈ 6 ഗുണങ്ങളുണ്ട്. പക്ഷെ റീന അത് പങ്കുവെച്ചപ്പോൾ എനിക്ക് തോന്നി, എനിക്കും അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നി. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഒരു ദൈവമക്കളുടെ ചെറിയ ഒരു സ്വഭാവം എന്ന രീതിയിൽ എടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെ ദൈവം അപ്പൻ്റെ മക്കളാണോ നമ്മൾ, അങ്ങനെയൊക്കെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഇതുമായിട്ട് റിലേഷൻ ഇതൊന്നും ഇല്ലാത്തൊരു അയ്യോ എന്നെ അപ്പം തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുതിട്ടാ, ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പം നമ്മൾ അഹങ്കരിക്കാതെ ഒരു ശ്വാസം മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ക്രിസ്ത്യാനികളാണല്ലോ നമുക്കാണ് കൂടുതൽ പരിജ്ഞാനം കിട്ടിയിരിക്കുന്നത്. അതായത് ദൈവം യേശുവായി ഒരു കംപ്ലീറ്റ് യഹൂദനായ മനുഷ്യനായി വന്നു എന്നുള്ള പരിജ്ഞാനം കിട്ടിയിരിക്കുന്നത് ക്രിസ്ത്യാനിയായ നമുക്കാണ്. അപ്പോൾ നമ്മളോട് കൂടുതൽ ദൈവം ചോദിക്കുക യഹൂദനേക്കാളും, അല്ലേ. മനസ്സിലായി? അപ്പോൾ നമ്മൾ കൂടുതൽ താലന്ത് കർത്താവിന് കൊടുക്കണം. നിങ്ങൾ റെഡിയാണോ? വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും എന്നാണ്. ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ ഈ മർമ്മങ്ങൾ, സത്യങ്ങൾ ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. 10 കൽപ്പനയും പാലിച്ച് 4ാമത്തെ കൽപ്പന പ്രത്യേകിച്ച്, അതായത് ശബാത്ത് ആചരിക്കണമെന്ന് 4ാമത്തെ കൽപ്പന, അത് മുറുകെ പിടിച്ച് നമ്മൾ എന്നും ദൈവവുമായിട്ട് എന്താ പറയുക സംസാരിക്കാനായിട്ട്, ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഒരു കറക്റ്റ് സമയം കണ്ടെത്തി അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് നിത്യരാജ്യത്തിനായിട്ട് ഒരുങ്ങാം. നമുക്കിനി അധികം സമയമില്ല. വൃക്ഷത്തിൻ്റെ കടക്കിൽ കോടാലി വെച്ച് കഴിഞ്ഞു, കള പറിക്കേണ്ട സമയമായി. ധൈര്യമായിരിക്കണം നമ്മൾ. അതായത് നമ്മൾ ദൈവത്തെയാണ് മുൻപിൽ കാണേണ്ടത്. ഇത് ഭൂകമ്പവും അതുപോലെ പല നാശനഷ്ടങ്ങളും അതുപോലെ തെറ്റും പാപവും ഒക്കെ ലോകത്തിൽ ദൈവം വരുന്നത് വരെ കാണും. പക്ഷെ നമ്മൾ ദൈവത്തിനെ മുന്നിൽ കാണണം, മനുഷ്യനെ കണ്ടുകൊണ്ട് നടക്കരുത്. സഭാപ്രസംഗികൻ 9ാം അധ്യായം വായിച്ചു നോക്കുകയാണെങ്കിൽ
ദൈവം എന്താ പറയുക, നീതിമാന്മാരെയും ജ്ഞാനിയെയും അവരുടെ പ്രവർത്തികളെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല, എന്തായാലും ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. അതോടൊപ്പം മനുഷ്യൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണം. മനുഷ്യൻ്റെ മുമ്പിലുള്ളതെല്ലാം മിഥ്യയാണ്, എല്ലാം മിഥ്യ. അത് മനസ്സിലാവില്ല. ഇപ്പോൾ കുറച്ച് സത്യങ്ങൾ നമുക്ക് മനസ്സിലായി, നമ്മൾ പറഞ്ഞു കൊടുത്താലും പലർക്കും അത് മനസ്സിലാവില്ല. ലാസ്റ്റ് അവർക്ക് മനസ്സിലാവും ഇതെല്ലാം മിഥ്യയായിരുന്നു എന്ന്. നല്ലവനും ദുഷ്ടനും ഒക്കെ ഒരേ ഗതിയെ കിട്ടുക. എന്തുകൊണ്ടാണ്? എന്നിട്ട് സൂര്യന് കീഴെ എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന തിന്മ. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ ദൈവം ആരാണ്? സാത്താനാണ്. എല്ലാ പ്രവൃത്തികളിലും തിന്മയുള്ളത് കൊണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഭ്രാന്ത് കൊണ്ട് ഓടി നടക്കാണ് അല്ലേ. അതിനുശേഷം അവൻ മൃതലോകത്തിലെത്തുന്നു അല്ലേ. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മരിച്ചവരെ അപേക്ഷിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ പ്രത്യാശയുണ്ട് എന്ന്. അതായത് ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായയാണ് ഭേദമെന്നാണ് തിരുവചനം ഇവിടെ പറയുന്നത്. അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും സാധിക്കില്ല. ഈ വിലപ്പെട്ട ജീവിതം നമുക്ക് തന്നപ്പോൾ ഇപ്പോഴേ നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മരിച്ചവർക്ക് നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനും സാധിക്കില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് ഇത് സാധിക്കുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കർത്താവ് പറയാണ്, സൂര്യന് കീഴെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യർത്ഥമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയുമൊത്ത് ആസ്വദിക്കുക. കർത്താവിനോട് കൂടെ നീ ആസ്വദിച്ച് ജീവിക്കുക. എന്തെന്നാൽ പാതാളത്തിൽ ചെല്ലുമ്പോൾ നിനക്ക് അവിടെ ജോലിക്കോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അറിവിനോ ഒന്നും സ്ഥാനമില്ല. മരണശേഷം ഇതിനൊന്നും ഒരു സ്ഥാനമില്ല എന്ന്. എന്നിട്ട് കർത്താവ് തൊട്ട് താഴെ പറയാണ്, സൂര്യന് കീഴെ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു. മനസ്സിലായോ? അതായത് ഓട്ടമുള്ളവന് വേഗമുള്ളവനല്ല ഓട്ടം കൊടുക്കുക, ശക്തിയുള്ളവന് യുദ്ധം ചെയ്യാനുള്ള കഴിവ് കൊടുക്കില്ല, ജ്ഞാനികൾക്ക് അപ്പം കൊടുക്കില്ല, ബുദ്ധിമാന് ധനം കൊടുക്കില്ല, സമർത്ഥന് അനുഗ്രഹം കൊടുക്കില്ല എന്ന് കറക്റ്റായിട്ട് കർത്താവ് പറയാണ്. അതൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ പറയില്ലേ, എറിയുന്നവൻ്റെ കയ്യിൽ കർത്താവ് വടി കൊടുക്കില്ല എന്ന്. അത് ലോകം മണ്ടരെന്ന് കരുതുന്ന മൂടരെന്ന് കരുതുന്ന നമുക്ക് ഈ സത്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ കറക്റ്റായിട്ട് കർത്താവ് പറയുന്നത്. ലോകം അപ്പോൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചിട്ട് നമുക്ക് ദൈവം മാത്രമേ മുന്നിൽ കണ്ടുകൊണ്ട് ഓടേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് കർത്താവ് വാണിംഗ് തരാണ്, മത്സ്യം വലയിൽ പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയുമാണ് കഷ്ടകാലം, വിചാരിക്കാത്ത നേരത്ത് മനുഷ്യ മക്കളെ കൊടുക്കുന്നു എന്ന്. അപ്പോൾ എല്ലാവരും അലർട്ടായിട്ടിരിക്കണം. ഈ അവസാന നിമിഷത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും സാത്താൻ വരാം. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ചിപ്പ് വരുന്ന് കാത്തിരുന്നു അല്ലേ, പക്ഷെ വാക്സിനിലൂടെ വന്ന് പണി തന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല സാത്താൻ നമ്മളിലേക്ക് കടന്നു വരിക. ബലഹീനത നോക്കി നമ്മൾ എത്ര ബലപ്പെട്ട് നിന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. ഞാൻ ദൈവത്തിൽ ശബത്ത് ആചരിക്കുന്നുണ്ട്, 10 കൽപ്പന ആചരിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നാലും എപ്പോൾ വേണമെങ്കിലും ഇവൻ പിടിച്ചു കൊണ്ടുപോകാം, ഇവൻ്റെ വഴിക്ക് നമുക്ക് പോവാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവവുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടായിരിക്കണം, ഒരു ലിങ്ക് ഉണ്ടായിരിക്കണം. എന്നാലേ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിന് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരു സമയം കണ്ടെത്തി നമ്മൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട്, നമുക്ക് വർഷിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ അതിനു വേണ്ടി 24 മണിക്കൂർ തന്ന കർത്താവിന് നമ്മൾ എന്താ പറയുക, ഒരു അരമണിക്കൂറെങ്കിലും കർത്താവിന് കൊടുക്കാനായിട്ട്, എന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും അലർട്ടായിട്ട് ഇരിക്കുക. റാപ്ചർ എന്താണെന്ന് മനസ്സിലായില്ലേ, സമ്മാനം എന്താണെന്ന് മനസ്സിലായി. ആ സമ്മാനം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓടണം. പറഞ്ഞില്ല, വിളിക്കപ്പെട്ടവർ ഒരുപാട് അല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം. അപ്പോൾ വിളിച്ചിട്ടുണ്ട് നമ്മളെ, പക്ഷേ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് കുറച്ച് കടമ്പകളും കൂടെ കഴിയാനുണ്ട്. നമ്മൾ ആരും വഴിതെറ്റി പോകാതിരിക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവിനോട് എന്താ പറയുക, യാചിക്കണം. നമ്മൾ അപ്പൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ മോളെ പോലെ നമ്മൾ കൂട്ടായിട്ടിരിക്കണം. അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാ.